ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലയാറ്റൂരിൻ്റെ വേരുകൾ. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന DC ബുക്സ്. എൻ്റെ 8ാമത്തെ അധ്യായമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 7 വരെ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ 8ാമത്തെ കേൾക്കാം. 3ാമത്തെ തവണ രഘു കടല ചോദിച്ചപ്പോൾ ലക്ഷ്മി അത്ഭുതപ്പെട്ടു. ഉനക്ക് ഇന്ത കപ്പയും കടലയും വിളമ്പ എനിക്ക് നാണമായിരിക്ക്. ഇപ്പോഴല്ല നീ റൊട്ടിയും വെണ്ണയും കോഴിമുട്ടയും താനേ തിമ്പായി. അങ്ങനെയൊന്നുമില്ലെന്ന് രഘു പറഞ്ഞു. റൊട്ടിയും മുട്ടയും വെണ്ണയും വേണമെന്ന് തനിക്ക് ഒരു നിർബന്ധവുമില്ല. അതൊക്കെ ഗീതയ്ക്കാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണ സാധനമാണ് പുഴുങ്ങി മുളകരച്ച് പുരട്ടിയ കപ്പ. തിരുവനന്തപുരത്ത് അത് കിട്ടുന്നുമില്ല. ഇത്ര നന്നായി പുഴുങ്ങിയ കടല തിന്നിട്ട് എത്ര കാലമായി. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ മെസ്സിൽ കിട്ടുമായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും യാദൃച്ഛികമായ സംഭവം ഒരു പക്ഷേ കോളേജിൽ ചേർന്നതാണ്. ഒരു ഡിഗ്രി സമ്പാദിച്ചതാണ്. അട്ട മരിച്ചതിന് ശേഷം 2 കൊല്ലം മാത്രമേ അച്ഛൻ ജോലി നോക്കിയുള്ളൂ. ആരോഗ്യം വല്ലാതെ തകർന്നു കഴിഞ്ഞിരുന്നു. നടക്കാൻ മാത്രമല്ല എഴുതാനും പ്രയാസമായി. കൈവിരലുകൾ വേണ്ട പോലെ മടങ്ങാൻ വിസമ്മതിച്ചു. പേന പിടിക്കാൻ വയ്യ, കഷ്ടിച്ചൊപ്പിടാൻ കഴിയും, അത്ര തന്നെ. എന്നും വൈകിട്ട് അച്ഛൻ വീട്ടിലേക്ക് ഫയലുകൾ കെട്ടിക്കൊണ്ട് വരാൻ തുടങ്ങി. ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന മാസങ്ങളിൽ തന്നെ കൊണ്ടാണ് അച്ഛൻ നോട്ടുകളും ഡ്രാഫ്റ്റുകളും എഴുതിച്ചു പോകുന്നത്. രാത്രി 7:30 മണിക്ക് ഊണിന് ശേഷം മേശയ്ക്കരികിലെത്തണം. അച്ഛൻ പറഞ്ഞു തരും, എഴുതിയെടുക്കണം. 10 മണി കഴിയുമ്പോൾ ഉറക്കം വരും. അർത്ഥബോധാവസ്ഥയെ തുളച്ചുകൊണ്ട് അച്ഛൻ്റെ ശബ്ദം കടന്നെത്തും. മെമ്മോ, ഡോക്കേറ്റ്, എൻഡോഴ്സ്മെൻറ്റ്, സബ്മിറ്റഡ്. ഐ ഹാവ് ദി ഓണർ ടു. ഐ ബെഗ് ടു റിമെയിൻ. ചിലപ്പോൾ തല ഒരു വശത്തേക്ക് ചരിയും. അപ്പോൾ അച്ഛൻ അലറും, എടാ ആർക്ക് വേണ്ടിയാടാ ഞാൻ ഇന്ത പാടുപെടേൻ. ഒടുവിൽ തീരെ വയ്യാതായി. പെൻഷന് പ്രാരംഭമായി. നീണ്ട അവധി എടുത്തുകൊണ്ട് അച്ഛൻ നാട്ടിലെത്തി. അന്ന് താൻ 5th ഫോറം പരീക്ഷ എഴുതി കഴിഞ്ഞിരുന്നു. നാട്ടിൽ വന്നതോടുകൂടി സരസ്വതിയുടെ വിദ്യാഭ്യാസം മുടങ്ങി. 5 മൈൽ ദൂരെ നടന്നുപോയി. അവൾ പഠിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. താൻ എന്നും നടന്നുപോയി, കയ്യിൽ തൂക്കുപാത്രവും മുണ്ടിൻ്റെ മടക്കിൽ പുസ്തകങ്ങളും ഏന്തിക്കൊണ്ട്. സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന പ്രശ്നമുയർന്നു. അനന്തരാമനും പ്രഭാകരനും കോളേജിൽ ചേരേണ്ടെന്ന് തീരുമാനിച്ചു. അവർ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങി. ബോംബെയിൽ കൊട്ടാൻ പോകുന്നത് നാട്ടിൽ ജനസമ്മതി നേടിയിട്ടുള്ള ഒരു ജീവിതമാർഗമാണ്. ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് താങ്ങാൻ അച്ഛന് സാധിക്കുകയില്ലെന്ന് താൻ ഭയന്നു. 20 മൈൽ അകലെയാണ് ഏറ്റവും അടുത്ത കോളേജ്. അവിടെ പഠിക്കാൻ മാസം 35 രൂപയെങ്കിലും വേണമെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. എന്ന് വെച്ചാൽ അച്ഛൻ്റെ മുഴുവൻ പെൻഷനും. പിരപ്പൻകോട് സ്കൂളിലെ ജോലി മതിയാക്കി അമ്മാഞ്ചി കുടുംബസമേതം വന്നു കഴിഞ്ഞിരുന്നു. അക്കരെയുള്ള സ്കൂളിൽ ഉദ്യോഗം കിട്ടുമെന്ന് അന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ചിലവ് നടക്കണം. മരച്ചീനിക്ക് വില കുറവാണ്. അതിനാൽ കത്തനാർ പറമ്പിൽ നിന്നും പ്രതിവർഷം ഏറിയാൽ 300 രൂപയെ കിട്ടും. വീട്ടുപറമ്പിലെ തെങ്ങുകളും കവുങ്ങുകളും നൽകുന്ന 2 രൂപകളും 5 രൂപകളും 10 രൂപകളും ഒന്നിച്ചൊരാവശ്യത്തിന് പ്രയോജനപ്പെട്ടെന്ന് വരികയില്ല. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അച്ഛൻ കുഴുങ്ങുകയാണെന്ന് തോന്നി. കോളേജ് വിദ്യാഭ്യാസത്തെപ്പറ്റി അച്ഛനോട് നേരിട്ട് സംസാരിക്കാൻ തനിക്ക് ഭയമായിരുന്നു. ഒരു സൂത്രമെടുത്തു. ഒരു ദിവസം അച്ഛൻ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ അമ്മയോട് പറഞ്ഞു, ഞാൻ ബോംബെക്ക് കൊട്ടാൻ പോകാമാട്ടേൻ, എനിക്ക് കോളേജിലേ പഠിക്കണം. അത് കേട്ടപ്പോൾ അച്ഛൻ വിളിച്ചു. കുറേ നേരം ഉറ്റുനോക്കി. തോൽക്കാതെ പഠിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചു. ഇതുവരെ തോൽക്കാമേൽ പഠിച്ചേൻ, കണക്കൊഴിച്ച് എന്താ വിഷമാണെങ്കിലും ഒന്നാമനാ ജയിപ്പേൻ, തീർച്ചതാൻ. അത്രയും പറഞ്ഞൊപ്പിക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ഇന്നും അറിഞ്ഞുകൂടാ. അച്ഛൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ഉറപ്പൊന്നും പറഞ്ഞില്ല. നോക്കട്ടെ നോക്കട്ടെ എന്ന് മാത്രം മന്ത്രിച്ചു. ദിവസങ്ങൾ നീങ്ങി. എന്നിട്ടും ഒരു തീരുമാനമുണ്ടാക്കാത്തതിനാൽ താൻ അമ്മലുവിൻ്റെ സഹായം തേടി. അച്ഛന് ധൈര്യം നൽകണം. പാഴ്ചെലവൊന്നും കൂടാതെ പഠിച്ചുകൊള്ളാം. നമുക്ക് രവിയെ പഠിപ്പിക്കണം. അവനക്ക് നല്ല ഉത്സാഹമിരിക്ക്, അവൻ പഠിക്കട്ടും. അമ്മലു അച്ഛനോട് പറഞ്ഞു. മൂക്കിൽ വിരൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതെ അച്ഛൻ കുറേ നിമിഷങ്ങൾ നിശ്ചലനായിരുന്നു. 1 മാസത്തെയോ 1 വർഷത്തെയോ ഏർപ്പാടല്ല അമ്മലു. 4 കൊല്ലം തള്ളണം. അത് ഓർമ്മയിരിക്ക. എൻ കയ്യിലെ പണമില്ലേ, ഉൻ കയ്യിലെ ഇരിക്ക. നീ എൽക്കറയാ. മാസം തോറും പണമനപ്പ് അറപ്പ് ചുമതലയി. സാവധാനത്തിൽ സംസാരിച്ചു.
എന്തായിരിക്കും മറുപടി? ഇനി എല്ലാം അമ്മലുവിൻ്റെ കയ്യിലാണ്. അവൾ ഒട്ടും മടിച്ചില്ല. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, എൽക്കറേൻ. തനിക്ക് തുള്ളിച്ചാടാൻ തോന്നി. ഒരാഴ്ച കഴിഞ്ഞാണെന്ന് തോന്നുന്നു അച്ഛൻ്റെ മൂത്ത സഹോദരി മംഗളം അവിടെ വന്നത്. താൻ കോളേജിൽ ചേരാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. വിശ്വനാഥ, ഉങ്കിട്ട് പണമിരിക്കാ, ഒന്നാലേ ഇതെല്ലാം നടത്ത മുടിയുമാ? പേശമൽ ടൈപ്പ് പഠിച്ച് ബോംബെക്ക് പോകച്ചൊല്ലൂ. അച്ഛൻ്റെ തീരുമാനത്തിൻ്റെ അസ്ഥിഭാരം അല്പം കുലുങ്ങി. അമ്മലുവിനെ വിളിച്ചു. മംഗളം ചൊന്നാൾ. അമ്മലു നൽകിയ മറുപടി ഒരിക്കലും മറക്കാനാവില്ല. അത്ത ചൊന്നതെല്ലാം എനക്ക് തിരിയും. കിട്ടേയും ചൊന്നാൾ. ആപത്ത് കാലത്തിലെ ഒരു ചില്ലിക്കാശു കൂടെ സഹായിക്കാത്ത ആളുകൾ ഇപ്പോൾ ഉപദേശിക്കവറാൾ. അപ്പാ, ഒട്ടും സംശയിക്കേണ്ട. ഞാൻ ഇവനെ പഠിപ്പിക്കറേൻ. എന്നെ ഒരു മൂത്ത പുള്ളേ മാതിരി നിലച്ചിക്കും. എന്നെ ഒരു മൂത്ത മകനെ പോലെ കരുതിക്കൊള്ളൂ എന്ന് ആത്മവിശ്വാസത്തോടെ അവൾ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഔസേപ്പ് മാപ്പിളയുടെ കയ്യിൽ നിന്ന് 300 രൂപ അമ്മലു കടം വാങ്ങി. ഒരു കൊല്ലത്തെ കോളേജ് ഫീസ് ഒന്നിച്ചടയ്ക്കാനും ഹോസ്റ്റലിൽ ഡെപ്പോസിറ്റ് നൽകാനും പുസ്തകങ്ങൾ വാങ്ങാനും ഷർട്ട് തുന്നാനും ആ പണം മുഴുവനും ചെലവായി. 2ാം മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ട് തുടങ്ങിയിരുന്നു. പ്രതിമാസം 10 രൂപയായിരുന്നു മെസ് ഫീസ്. ക്രമേണ 35 ഉയർന്നു. മാസം തോറും 50 രൂപയെങ്കിലും ഇല്ലാതെ പറ്റില്ലെന്ന് വന്നു. സീനിയർ ഇൻ്ററിന് പഠിക്കുമ്പോൾ പിന്നെയും ചിലവ് കൂടി. BAക്ക് പഠിക്കുന്ന കാലത്ത് മാസം 80 രൂപ കിട്ടിയാലും കഷ്ടിയായിരുന്നു. പിന്നെ BLവും പഠിച്ചു. ഒരൊറ്റ മാസം പോലും പണം വരാൻ വൈകിയിരുന്നില്ല. എന്തെന്ത് ബുദ്ധിമുട്ടുകൾ അമ്മല് സഹിച്ചിരിക്കണം. വിദ്യാഭ്യാസത്തിന് ചിലവായ പണമെല്ലാം പിന്നീട് അമ്മലുവിന് മടക്കി കൊടുക്കുകയുണ്ടായി. പക്ഷേ അവൾ പ്രദർശിപ്പിച്ച നിശ്ചയദാർഢ്യത്തിന് ഒരു പ്രതിഫലവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏൽക്കാം എന്നവൾ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു കോളേജിൻ്റെ വളപ്പിലും താൻ കാലുകുത്തുമായിരുന്നില്ല. ബോംബെയിൽ ഒരു മേശക്കരികെ കുനിഞ്ഞു കിടന്നുകൊണ്ട് ആ പഴയ ടൈപ്പ് റൈറ്ററിൽ താൻ വില്ലോടിക്കുമായിരുന്നു. കൊട്ട് കൊട്ട് കൊടുകൊട്ട് കൊട്ട്. സീനിയർ ഇൻ്ററിന് പഠിക്കുമ്പോഴാണ് അച്ഛൻ അമ്മലുവിന് പറമ്പിൻ്റെ തെക്കുഭാഗത്ത് 1 ഏക്കർ സ്ഥലം ഇഷ്ടദാനം കൊടുത്തത്. അവിടെ കടം വാങ്ങിത്തന്നെ അവർ ഒരു കെട്ടിടം തീർത്തു. അന്നൊക്കെ എത്രയോ കടമാണ് അവൾ വാങ്ങിച്ചു കൂട്ടിയത്. ഈ തെങ്ങുകൾ എത്രയോ തവണ സഹായത്തിനെത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വേണ്ട പണമൊടുക്കാൻ ഒരിക്കൽ കാളവണ്ടിയിൽ 300 തേങ്ങ കയറ്റി താൻ ചന്തയ്ക്ക് പോയി. മൊത്തം 75 രൂപയ്ക്ക് വിറ്റു. 10 രൂപ വണ്ടിക്കാരൻ്റെ പക്കൽ വീട്ടിലേക്ക് അയച്ചിട്ട് 65 രൂപയും കൊണ്ട് കോളേജിലേക്ക് ബസ് കയറി. ഒരു വലിയ കടലാസ് പൊതിയിലാണ് പണം കൊണ്ടുപോയത്. ഒട്ടേറെ ചില്ലറയുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാമായിട്ടും BAക്ക് പഠിക്കുമ്പോൾ അക്ഷന്തവ്യമായ അപരാധം ചെയ്യാൻ താൻ ഒരുമ്പെട്ടു. പാഴ്ചെലവ് ചെയ്യുകയില്ലെന്ന് അമ്മലുവിന് നൽകിയ വാഗ്ദാനം കാറ്റിൽ പറത്തി. നാട് വിട്ടോടി. ഇപ്പോഴും ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. അങ്ങനെ ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ വിശകലനം ചെയ്തു നോക്കാറുണ്ട്. എന്നാണ് വഴിതെറ്റാൻ തുടങ്ങിയത്? കോളേജിൽ ചേർന്ന ഉടൻ തന്നെയോ? കോളേജ് കുന്നിൻ്റെ ചരിവിലുള്ള മമ്മദിൻ്റെ കടയിൽ നിന്നും ചെന്ന അതേ ദിവസം തന്നെ ഒരണയ്ക്ക് 3 പാസിംഗ് ഷോ സിഗരറ്റ് വാങ്ങിക്കുകയുണ്ടായി. അച്ഛൻ്റെ നേരിട്ടുള്ള ഡിസിപ്ലിനിൽ നിന്നും മാറി നിൽക്കാൻ സാധിച്ച ആദ്യത്തെ ദിവസം തന്നെ താൻ അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ശുപ്പൻ്റെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ സീനിയർ ഇൻ്ററിൻ്റെ അവസാനത്തെ ടേം വരെ സിഗരറ്റ് വലിയിൽ ഒതുങ്ങി നിന്നു. ദുശീലങ്ങൾ. അവസാനത്തെ ടേമിൽ പെട്ടെന്നൊരു ദിവസം മദ്യപിക്കണമെന്ന് തോന്നി. അന്ന് 17 വയസ്സ് തികഞ്ഞിട്ടില്ല. കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന് അറിയണമല്ലോ. ഒരു ശനിയാഴ്ച നട്ടുച്ചയ്ക്ക് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി. ഒറ്റയ്ക്കാണ് പോയത്. പാലം കടന്ന് ടൗണിലേക്ക് 2.5 മൈൽ ദൂരം. കമ്പോളം ആരംഭിക്കുന്ന നാൽക്കവലയിലെത്തി. അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ബോർഡ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പരമ്പിൽ കറുത്ത ചായത്തിന്മേൽ എഴുതിയിട്ടുള്ള ഒരു വാക്ക് ചാരായം. അതിൻ്റെ ചുവടെ പിന്നീട് കൂട്ടിച്ചേർത്ത് പോലെ ചെറിയ അക്ഷരങ്ങളിൽ ആരക് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. ഇപ്പോഴും ആ ബോർഡ് മുന്നിൽ കാണാം. 3 തവണ ആർ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് ആരക് എന്ന് എഴുതിയിരുന്നത്. ആറക്. 2 തരം മദ്യങ്ങളെക്കുറിച്ച് അന്ന് കേട്ടിരുന്നുള്ളൂ. കള്ളം ചാരായവും. ചാരായത്തിൻ്റെ മറ്റൊരു പേരും അറിയാമായിരുന്നു, പട്ട. വിയർത്തൊലിച്ചുകൊണ്ട് ചാരായ ഷാപ്പിലെത്തി. തല കുനിച്ചു പിടിച്ചുകൊണ്ട് അകത്ത് കടന്നു. ഇരുണ്ട മുറി. നിമിഷനേരത്തേക്ക് ഒന്നും കണ്ടില്ല. കണ്ണടച്ചു തുറന്നപ്പോൾ ബനിയനും കൈലിയും ധരിച്ച ഒരു തടിയൻ അടുത്തു വരുന്നത് കണ്ടു. താൻ ഒരു ബെഞ്ചിലിരുന്നു. എത്ര വേണമെന്ന് വിൽപ്പനക്കാരൻ ചോദിച്ചു. താൻ ആരംഭക്കാരനാണെന്ന് അയാൾ അറിയണ്ട. രാവിലെ പല്ല് തേക്കുന്നത് പോലും ഉമിക്കരി ചാരായത്തിൽ കുതിർത്തിട്ടാണെന്നുള്ള മട്ടിൽ ഒട്ടും ശങ്കിക്കാതെ മറുപടി പറഞ്ഞു. 1/2 ഡ്രാം.
വിൽപ്പനക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചെന്ന് തോന്നി. 1/2 ഡ്രാം വളരെ കുറഞ്ഞു പോയോ? നോക്കൂ, 1 ഡ്രാം ആവട്ടെ. തിന്നാൻ എന്തെങ്കിലും? 1 ഡ്രാം പട്ടയും 1 പ്ലേറ്റ് താറാവ് പുഴുങ്ങിയതും മേശയിലെത്തി. മുമ്പൊരിക്കലും മാംസം കഴിച്ചിട്ടില്ല. പക്ഷേ വിൽപ്പനക്കാരൻ എന്ത് വിചാരിക്കും? 1 കഷ്ണം കയ്യിലെടുത്ത് ചവച്ചു നോക്കി. അറപ്പ് തോന്നി. പ്ലേറ്റിൽ തന്നെ തുപ്പി. ഒറ്റ ഇറക്കിന് പട്ട അകത്താക്കി. തൊണ്ട പൊള്ളി. കുടലിൽ ആരോ ദ്രവരൂപത്തിലുള്ള അഗ്നി ഒഴിക്കുന്നു. നെഞ്ചിലാരോ സൂചികൾ അടിച്ചു കയറ്റുന്നു. ദ്രവരൂപത്തിലുള്ള അഗ്നി ആസനദ്വാരം വരെ എത്തി. ഞൊടിയിടയിൽ. അപ്പോഴാണ് വിൽപ്പനക്കാരൻ പൊട്ടിച്ച സോഡയുമായി അടുത്ത് വന്നത്. ഗ്ലാസ് കാലിയാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് തന്നെക്കുറിച്ച് ലേശം ബഹുമാനമുണ്ടതായി തോന്നി. സാർ, സോഡ ചേർക്കാതെ? സോഡ ചേർത്താണ് കഴിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ല. തട്ടിവിട്ടു. ഞാൻ സോഡ ചേർക്കാറില്ല. പണം നൽകി പുറത്തു കടന്നു. ആരോ കഴുത്തിന് പിന്നിൽ കിക്കിളിയാക്കുന്നത് പോലെ തോന്നി. കൈ വീശി നടന്നു. കൈകൾക്ക് ശരീരവുമായി ദൃഢബന്ധമില്ലെന്ന് തോന്നി. പച്ചക്കറിക്കടയുടെ മുന്നിൽ ഇങ്ങോട്ട് പോന്നപ്പോൾ കണ്ട ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോൾ 2 ആയിരിക്കുന്നു. രണ്ടാമത്തതിന് അല്പം പച്ച നിറമാണ്. അല്പം തലകറക്കമുണ്ടോ? മുന്നോട്ട് നടന്നു. കാലുകൾ റോഡിൻ്റെ വീതി അളന്നു. ഇടത്തോട്ടും വലത്തോട്ടും കൂട്ടത്തിൽ അല്പം മുമ്പോട്ടുമായി താൻ നടന്നു. വഴിപോക്കർ തുറിച്ചു നോക്കി. ഒരു തരത്തിൽ പാലത്തിനടുത്തെത്തി. അതിൻ്റെ കൂറ്റിന് ആർച്ചിൽ കയറിപ്പറ്റി. ഒരു ആർച്ചിൻ്റെ മുകളിലൂടെ നടന്നിറങ്ങി എത്തിയത് 2ാമത്തെ ആർച്ചുകളുടെ മധ്യത്തിലുള്ള നിരപ്പായ ഭാഗത്താണ്. അവിടെ നിവർന്ന് കിടന്നു. ഉറക്കം വന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ആലോചിച്ചു, താൻ ചാരായം കഴിച്ച് വാർത്ത പത്രത്തിൽ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒന്നാന്തരം തലവാചകം മനസ്സുദിച്ചു. പട്ടർ പട്ടാപ്പകൽ പട്ടയടിച്ചു. വൈകുന്നേരം 6 മണിക്ക് ആരോ കുലുക്കി വിളിച്ചു. നോക്കിയപ്പോൾ കണ്ടത് ഹോസ്റ്റലിൽ അടുത്ത മുറികളിൽ താമസിക്കുന്ന കരീമിനെയും പ്രഹ്ലാദനെയുമാണ്. അവർ സിനിമ കാണാൻ പോവുകയായിരുന്നു. നീ ഇവിടെ? അവർ ചോദിച്ചു. ചുമ്മാ കിടന്നുറങ്ങി. മനസ്സിൽ കരുതി, അവരേക്കാൾ താൻ സുപ്പീരിയർ ആണെന്ന്. അവർ പട്ടയടിച്ച് കാണുകയില്ല. അക്കൊല്ലം 3 വിഷയങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങി 1ാം ക്ലാസ്സിൽ ഇൻ്റർ പാസ്സായ കോളേജിലെ ഏക വിദ്യാർത്ഥി താനായിരുന്നു. ബോറടിച്ച് നടന്നിട്ടും അവൻ കാര്യം വഹിച്ചെടുത്തത് കണ്ടില്ലേ? കൂട്ടുകാർ അസൂയ കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഓണേഴ്സിന് പഠിക്കണമെന്നായിരുന്നു മോഹം. അതിന് 3 കൊല്ലം വേണമെന്ന്. BAക്ക് 2 കൊല്ലം മതി അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഓണേഴ്സ് വേണ്ടെന്ന് വെച്ചു. തിരുവനന്തപുരത്തേക്ക് പോയി. പബ്ലിക് ലൈബ്രറിക്ക് അടുത്തുള്ള ഇംഗ്ലീഷ് യക്ഷിക്കഥകളിലെ ദുർഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു കൂറ്റൻ ഹോസ്റ്റലിൽ പ്രവേശനം കിട്ടി. തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന രാജപ്പനെ കണ്ടപ്പോൾ തോന്നി തമ്മിൽ യുഗങ്ങളുടെ പരിചയമുണ്ടെന്ന്. രാജപ്പൻ വലിയ ബഹളക്കാരനായിരുന്നു. ഒന്നാന്തരമായി ഹിന്ദിപ്പാട്ടുകൾ പാടും. എപ്പോഴും സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളുടെയും ലോകത്തിൽ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട വിനോദം. താൻ അവൻ്റെ ഉറ്റ ചങ്ങാതിയായി. ഒരു ദിവസം രാജപ്പൻ ചോദിച്ചു, നമുക്ക് സ്വല്പം അടിക്കാം? മനസ്സിലായില്ല. സ്വല്പം തണ്ണി അടിക്കാം. സമ്മതിച്ചു. സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. എക്സ്പെർട്ട് മട്ടിലാണ് രാജപ്പൻ ഓർഡർ ചെയ്തത്. ജിൻ ആൻഡ് ലൈം. ഇത്തവണ പണ്ട് പട്ട നീറ്റായി അടിച്ചപ്പോഴുണ്ടായ അസുഖമൊന്നും തോന്നിയില്ല. ലേശ സുഖമാണ് തോന്നിയത്. ലോകത്തിലുള്ള മറ്റെല്ലാവരും ഫുൾസ് ആണ്. ഞാനും രാജപ്പനും മാത്രമാണ് സമർത്ഥന്മാർ എന്നൊക്കെ ചിന്തിച്ചു. രാജപ്പനാണ് അന്ന് പണം കൊടുത്തത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജപ്പൻ വീണ്ടും ചോദിച്ചു, സ്വല്പം അടിക്കാം? ഓ, പൈസയുണ്ടോ? 10 മണീസ് ഉണ്ട്. ഹോസ്റ്റലിലെ ഭാഷ അങ്ങനെയായിരുന്നു. 5 രൂപ സമം 5 മണീസ്, 10 രൂപ 10 മണീസ്. പഴയ സ്ഥലത്ത് തന്നെ ചെന്നു. പഴയ മദ്യം തന്നെ വാങ്ങി. അങ്ങനെ അതൊരു പതിവായി. ക്രമേണ മദ്യപാനത്തിന് ചിട്ട വന്നു. 15-ാം തീയതി വരെ മാത്രമേ ശീമ മദ്യഷാപ്പുകളിൽ പോകൂ. ജിന്നും വിസ്കിയുമൊക്കെ 2-3 തവണ തട്ടും. 15-ാം തീയതി കഴിഞ്ഞാൽ പഴ്സിൽ വല്ലതായിട്ടൊന്നും കാണുകയില്ല. അപ്പോൾ പോകുന്നത് രാജപ്പൻ്റെ ഗവേഷണം മൂലം കണ്ടുപിടിക്കപ്പെട്ട ഒരു ചായപ്പീടികയിലേക്കാണ്. മാധവറാവു പ്രതിമയെ വന്ദിച്ച ശേഷം ഇറക്കമിറങ്ങി. ഇടത്തോട്ട് തിരിയണം. ആ പഴയ ചായക്കടക്കാരൻ വെളിയിൽ നിന്നും പട്ട വരുത്തിത്തരും. ചായക്കടയിലെ പലഹാരങ്ങൾ വാങ്ങി തിന്നണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ചുരുങ്ങിയ ചെലവിൽ കവിഞ്ഞ ലഹരി കിട്ടാൻ ചായക്കട സഹായിച്ചിരുന്നു. ഒരു പതിവ് കൂടി തുടങ്ങി. ചിലപ്പോൾ ക്ലാസ്സിലേക്ക് അല്പം അടിച്ചു കൊണ്ടുപോകും. തൊട്ടടുത്തിരിക്കുന്നവൻ്റെ മുഖം നോക്കി ഊതും. ഫൂ, പണം കൊടുത്ത് വല്ലതും കഴിച്ചാൽ 4 പീപ്പിൾസ്. അതും ഹോസ്റ്റലിലെ ഭാഷയാണ്. അറിയണ്ടേ? അല്ലെങ്കിൽ എന്താണ് രസം? ഇങ്ങനെയൊക്കെ ആയപ്പോൾ അമ്മ ലിവിന് പല കളവുകളും പറഞ്ഞ് എഴുതേണ്ടി വന്നു.
മാസം തോറും അയച്ചിരുന്ന മണി ഓർഡറുകളിൽ കള്ളിന് പണം വകയിരുത്തിയിരുന്നില്ലല്ലോ. സോഷ്യൽ വരുന്നു, 15 രൂപ കൂടുതൽ വേണം, പുതിയ 3 പുസ്തകങ്ങൾ വാങ്ങിയേ തീരൂ എന്ന് പ്രൊഫസർ നിർബന്ധിച്ചിരിക്കുന്നു, 36 രൂപയാണ് വില, ടെന്നീസിന് ചേരണമെന്നുണ്ട്, 25 രൂപ വേണം, പേന കളഞ്ഞുപോയി, ഒരാളോട് 10 രൂപ കടം വാങ്ങി പുതിയ പേന മേടിച്ചു, പണം മടക്കി കൊടുക്കണം. ഒരിക്കൽ പോലും മമ്മൽ പണം അയക്കാതിരുന്നില്ല. ആ വർഷം തീരാറായി പെട്ടെന്നൊരു ദിവസം രാജപ്പൻ പ്രഖ്യാപിച്ചു, ഞാൻ നാടുവിടാൻ പോകുന്നു. 3 ദിവസം കഴിഞ്ഞാൽ വർഷാന്ത പരീക്ഷയാണ്. എന്താണ് ഇങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിച്ചു. രാജപ്പൻ പറഞ്ഞു, സർവത്ര കടമാണ്, വീട്ടിൽ നിന്നും പണം കിട്ടാൻ ഞെരുക്കം, ഒന്നും പഠിച്ചിട്ടില്ല, തോൽക്കും, തോറ്റാൽ വീട്ടുകാരെ നേരിടാൻ വയ്യ, ഇക്കൊല്ലം ജയിച്ചാലും സീനിയർ BEക്ക് കുടുങ്ങും, എവിടെയെങ്കിലും പോകണം, ബർമ്മയിലേക്കും മലയയിലേക്കും ഇക്കാലത്ത് ഒളിച്ചോടിപ്പോയി, പണമുണ്ടാക്കിയവർ എത്രയോ എത്ര, അങ്ങനെ പണക്കാരനായി മിസ്റ്റർ രാജപ്പൻ മടങ്ങും. അന്ന് 2 കാർ വാങ്ങും, ഒന്ന് ഒരു സ്പോർട്സ് മോഡൽ, വീട് നിറയെ വിസ്കിയും ഷാമ്പേനും സംഭരിച്ച് വയ്ക്കും. അന്ന് സുഹൃത്തുക്കൾ വരുമ്പോൾ നിർലോഭ സ്കോച്ച് ഒഴിച്ചു കൊടുക്കും. താൻ സ്തംഭിച്ചു നിന്നപ്പോൾ രാജപ്പൻ കളിയാക്കി, സ്വല്പം അഡ്വഞ്ചറസായി ജീവിക്കണമെടാ. നിന്നോടെന്തിനു പറയുന്നു, നീ പട്ടരല്ലേ, നീ പഠിച്ച് പാസ്സാകണം, BA ജയിച്ചാളുടെ ഒരു നല്ല അമ്മയാർക്കുട്ടിയെ കല്യാണം കഴിച്ചേക്ക്, അവളെ സാരി ഉടിപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ 18 മുഴ നീളമുള്ള ചേരയുണ്ടല്ലോ, ഇറ്റ് സ്റ്റിങ്സ്. നീ ആള് വീരനല്ലേ, 5 കൊല്ലത്തിനകം 6 കുട്ടികളെ ഉണ്ടാക്കാം. ഒരു ദിവസം നീ അമ്മയാരെയും 6 കുട്ടികളെയും കൊണ്ട് മ്യൂസിയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ മിസ്റ്റർ രാജപ്പൻ അടുത്ത് വന്ന് ഹോണടിക്കും. നീ പെട്ടെന്ന് തിരിച്ചറിയുകയില്ല, കാരണം നമ്മൾ സ്യൂട്ടിലാണ്, റേ-ബാൻ കണ്ണടയും ധരിച്ചിരിക്കുന്നു. ഞാൻ പറയും, സ്വല്പം അടിക്കാമെടാ എന്ന്, നീ വരുമോ? നെവർ. അമ്മയാർ നിന്നെ വിടണ്ടേ, നിന്റെ നാക്കിൽ വെള്ളമൂറും, പക്ഷേ നീ വരില്ല, ഞാൻ നിന്നെ എക്സ്ക്യൂസ് ചെയ്യും. ആഫ്റ്റർ ഓൾ ഇത് പഴയ രഘുവല്ല, ഇത് സെക്രട്ടേറിയറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് രഘുനാഥ് അയ്യരാണ് എന്ന് ഞാൻ സമാധാനിക്കും. ഈ പ്രഭാഷണം കേട്ടപ്പോൾ തോന്നി, പഠിക്കുന്നതും ജയിക്കുന്നതുമെല്ലാം മുന്തൻ പഴങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മിടുക്കന്മാർ. ഈ ചവിട്ടിത്തേഞ്ഞ വഴികളിലൂടെ നടക്കാതെ തന്നെ ലോകം പിടിച്ചെടുക്കും. ഇവൻ പറയുന്നത് പോലെ സംഭവിച്ചേക്കാം. എങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി ഇവൻ തന്നെ താഴ്ത്തിക്കെട്ടിയതിൽ പരിഭവം തോന്നി. രാജപ്പൻ്റെ സീമാതീതമായ ആത്മവിശ്വാസത്തിൽ ഒരു പോറലുണ്ടാക്കാൻ താൻ ശ്രമിച്ചു. ഒന്ന് മറന്നോ, ബർമ്മയിലും മലയയിലും ഇപ്പോൾ യുദ്ധമാണ്, പണമുണ്ടാക്കാൻ വലിയ സൗകര്യം കാണുകയില്ല. അവൻ പൊട്ടിച്ചിരിക്കുകയുണ്ടായത്, നീയൊരു ജെല്ലി ഫിഷ് ആണടാ, നോ ബാക്ക് ബോൺ, സെൻസ് ഓഫ് അഡ്വഞ്ചർ ആണടാ പ്രധാനം. പണമുണ്ടായില്ലെങ്കിൽ ഞാൻ ഒരു മുസാഫിർ ആകും, ദാറ്റ്സ് ഓൾ. പാട്ടും പാടി നടക്കും, ഗുസർഗയ ഓ സമാന. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ തൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. രാജപ്പൻ നാട് വിട്ടുപോയാൽ പിന്നെ എന്താണ് രസം? വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഹോസ്റ്റൽ നിർജീവമായിരിക്കും. ശരിയാണ്, കുറേ കൂടി അഡ്വഞ്ചറസ് ആവണം. അടുത്ത ചങ്ങാതിയെ ഉപേക്ഷിക്കുന്നത് വഞ്ചനയാണ്. രാജപ്പനെ ഒറ്റയ്ക്ക് വിട്ടുകൂടാ. അവൻ നാട് വിടുന്നെങ്കിൽ കൂടെ പോകണം. നേരം വെളുത്തപ്പോൾ രാജപ്പൻ്റെ മുറിയിലെത്തി. എന്തടാ ജെല്ലി ഫിഷ്, നീ നല്ലതുപോലെ ഉറങ്ങിയെന്നും നിന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായി കാണുമെന്നും വിശ്വസിക്കുന്നു. അല്പം നാടകീയമായിട്ടാണ് താൻ സംസാരിച്ചത്. രണ്ടും തെറ്റ്. ഉറക്കം വന്നതേയില്ല. പഴയ തീരുമാനത്തിന് മാറ്റവുമില്ല. ഞാൻ പോകുന്നു. എന്നാൽ ഞാനും വരുന്നു. എത്ര ലാഘവ ബുദ്ധിയോടെയാണ് താൻ അങ്ങനെ പറഞ്ഞത്? രാജപ്പൻ ചാടി എണീറ്റ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഗ്രേറ്റ്, എനിക്കറിയാമായിരുന്നടാ നീ എന്നെ കൈവിടുകയില്ലെന്ന്. എന്ന് പോകണം? നീ പറയടാ. നമ്മുടെ തീരുമാനത്തിൻ്റെ ചൂടാറും മുമ്പ് ഇന്ന് തന്നെ. ഓക്കെ. രാജപ്പൻ റൂമിൻ്റെ നടുവിൽ നൃത്തം ചെയ്തുകൊണ്ട് പാടി, ആജ് യഹാക്കൽ വഹാ. അന്ന് രാത്രി രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്നും ഒളിച്ചോടി. പോകുന്നതിന് മുമ്പ് ഒന്ന് ചെയ്തു. കട്ടിലിൻ്റെ മുകളിൽ മേശയും മേശപ്പുറത്ത് കസേരയും കസേരയ്ക്ക് മുകളിൽ സ്റ്റൂളും കയറ്റി വെച്ചു. അങ്ങനെയൊരു പിരമിഡ് സൃഷ്ടിച്ചു. ഇതെന്താണെന്ന് നാട്ടുകാർ അത്ഭുതപ്പെടട്ടെ. റെയിൽവേ സ്റ്റേഷനടുത്തുള്ളൊരു ഹോട്ടലിൽ രാത്രി കഴിച്ചുകൂട്ടി. പുലർച്ചയ്ക്ക് മധുരയ്ക്ക് 2 ടിക്കറ്റ് വാങ്ങി തീവണ്ടിയിൽ കയറി. പുനലൂർ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചിത്രം തൻ്റെ മുന്നിൽ തെളിഞ്ഞു. വിവരമറിയുമ്പോൾ അച്ഛൻ എന്തു പറയും, എന്തു ചെയ്യും? കടം വാങ്ങി മകനെ പഠിപ്പിക്കുമ്പോൾ അവൻ നാട് വിട്ടുപോയാൽ അച്ഛന് കഠിനമായ ഷോക്കുണ്ടാവും. അച്ഛൻ മരിച്ചു പോകുമോ?
മധുരയിലെത്തിയപ്പോൾ കൈവശം 1 രൂപയുടെ ചില്ലറ പോലും ഉണ്ടായിരുന്നില്ല. രാജപ്പൻ്റെ സെൻസ് ഓഫ് അഡ്വഞ്ചർ പത്തി താഴ്ത്തി. അക്കാലത്ത് എത്രയോ പേർ ചെയ്തിരുന്ന സംഗതി തന്നെ അവനും ചെയ്തു. റിക്രൂട്ടിംഗ് ഓഫീസിൽ പോയി. അവനും ഹവിൽദാർ ക്ലർക്കിൻ്റെ പണി കിട്ടി. താനും അവിടെ ചെന്നു. പക്ഷേ അവർ തിരസ്കരിച്ചു. ശരീരത്തിന് തൂക്കം പോരാ. പുതിയ റിക്രൂട്ടുകൾ ഒന്നിച്ച് രാജപ്പൻ തൃശ്ശാപ്പള്ളിക്കോ ജിലഹല്ലിക്കോ വണ്ടി കയറി. ഒരു ദിവസം മുഴുവനും പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് താൻ മധുരയിൽ ചുറ്റിക്കറങ്ങി. പിന്നെ കള്ളവണ്ടി കയറി ആലുവായിലെത്തി. അവിടെ കണ്ടെത്തിയ ഒരു പരിചയക്കാരനോട് 8 കടം വാങ്ങി ബസ് കയറി. നാട്ടിലേക്കുള്ള 5 മൈൽ നടക്കുന്നതിന് മുമ്പ് നാണുചിത്തപ്പനെ കാണണമെന്ന് തോന്നി. കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ ഇപ്പോൾ അദ്ദേഹമാണല്ലോ. തരപ്പെട്ടാൽ നാണുചിത്തപ്പാവിനെയും കൂട്ടി ചെല്ലാം. അച്ഛൻ്റെ മുന്നിലേക്ക് ഒറ്റയ്ക്ക് ചെന്നാൽ അച്ഛൻ പഴയ റൂത്തടി എടുത്തെങ്കിലോ. തന്നെ കണ്ടവിടെ നാണുചിത്തപ്പ പറഞ്ഞു, പോനമാച്ചാൻ തിരുമ്പി വന്നാൻ്റെ. അദ്ദേഹം വിവരമറിഞ്ഞിരുന്നു. താൻ തല കുനിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചിത്തപ്പ എൻ്റെ കൂടെ വരണം. തനിച്ചപ്പ മുന്നിലേ പോക ഭയമായിരിക്ക്. നാണുചിത്തപ്പ ഉറക്കെ ചിരിച്ചു. നീ ഒട്ടും വിഷമിക്കേണ്ട, നീ തനിച്ച് പോനാൽ പോരും. കുട്ടിക്കാലത്തിലെ ഒന്നോടപ്പ ചുമ്മാ ഇരുന്താനാ, അവന് ഓടിപ്പോനാൻ ഒങ്ക പാട്ട വൈക്കത്തിലെ ഇരിക്ക കാലത്തിലെ. കുട്ടിക്കാലത്ത് അച്ഛനെ ഒളിച്ചോടിപ്പോയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സമാധാനം തോന്നി. ആ കഥ ആർത്തിയോടെ കേട്ടു. പാട്ട അച്ഛനെ തിരക്കി പുറപ്പെട്ടു അത്രേ. ഒടുവിൽ ഒരു തീവണ്ടി ഓഫീസിൽ വെച്ച് കണ്ടെത്തി. അച്ഛൻ അവിടെ ജോലി കിട്ടിയിരുന്നു. എന്താണ് ഉദ്യോഗമെന്ന് പാട്ട ചോദിച്ചു. കളക്ടറാണെന്ന് മറുപടി കിട്ടി. കളക്ടറോ? അതെ, ടിക്കറ്റ് കളക്ടർ. എന്നോട് ജാതകം പരിശോധിക്കണം, ഒരു പ്രശ്നവും വയ്ക്കണം. നമ്മ പാലച്ചുവട്ടിൽ കണിയാനെ വർത്തറാം. നാണുചിത്തപ്പ അഭിപ്രായപ്പെട്ടു. കണിയാനെപ്പറ്റി കേട്ടിട്ടുണ്ട്, മന്ത്രവാദിയും കൂടിയാണ്. പെരിപ്പാവിൻ്റെ വീട്ടിൽ കയറിയില്ല, നേരെ നടന്നു. വീട്ടിലെത്തിയപ്പോൾ കൂട്ട നിലവിളി ഉയർന്നു. അമ്മയും അമ്മലുവും ലക്ഷ്മിയും അത്തിമ്പാരും, അതെ അച്ഛനൊഴിച്ച് മറ്റെല്ലാവരും കരഞ്ഞു. സൺലൈറ്റ് സോപ്പ് ദൈവങ്ങളുടെ അരികിൽ കട്ടിലിൽ കുത്തിയിരുന്ന് തലയിണയിൽ ചാരിയിരുന്ന അച്ഛൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല. മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. കരയാൻ തോന്നിയില്ല. എങ്കിലും പ്രയാസപ്പെട്ട് 2 തുള്ളി കണ്ണീർ പുറപ്പെടുവിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രൊഫസർക്ക് ഒരു കത്തെഴുതി. ഒരു നെടുങ്കൻ കത്ത്. അബദ്ധം പിണഞ്ഞതാണ്. താൻ വീണ്ടും ഒരു പരീക്ഷ വയ്പ്പിക്കണം, അല്ലെങ്കിൽ തുലഞ്ഞു പോകും. ക്രിസ്മസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 1-ാം സ്ഥാനമുണ്ട്. നല്ലവനായ പ്രൊഫസർ കനിഞ്ഞു. റീ എക്സാമിനേഷൻ നടന്നു ജയിച്ചു. അതിനു മുമ്പ് പാലച്ചുവട്ടിൽ കണിയാൻ്റെ മുമ്പേ ഹാജരാക്കേണ്ടി വന്നു. നിറഞ്ഞ ഒരു സദസ്സിൻ്റെ മുമ്പിൽ കണിയാൻ തന്നെ പലകപ്പുറത്തിരുത്തി മന്ത്രം ചൊല്ലി കുറേ ഇലകൾ കൊണ്ട് ശരീരത്തിൽ തട്ടുകയും മുട്ടുകയും ചെയ്തു. താൻ അനങ്ങിയില്ല. ബാധയുണ്ട്, കണിയാൻ നാണുചിത്തപ്പാവിനെ അറിയിച്ചു. അങ്ങനെയോ? നാണുചിത്തപ്പ തൻ്റെ രുദ്രാക്ഷമാലയിൽ അള്ളിപ്പിടിച്ചു. കണിയാനെയും നാണുചിത്തപ്പാവിനെയും നിരാശപ്പെടുത്തരുതെന്ന് തോന്നി. കണിയാൻ ചോദിച്ചു, പോകുമോ? നീ വിട്ടുപോകുമോ? തുടർന്ന് ശരീരമാകെ ചൂരൽ കൊണ്ട് അടിച്ചു തുടങ്ങി. ഒരു മന്ത്രവാദി ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തനിക്കറിയാമായിരുന്നു. ഐതിഹ്യമലയിലെ കഥകൾ താൻ വായിച്ചിട്ടുണ്ട്. പോവില്ല, പോവില്ല. തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് താൻ അട്ടഹസിച്ചു. പാലച്ചുവട്ടിൽ കണിയാനാണ് പറയുന്നത്. നീ പോകുമോ? ഇല്ല, ഇല്ല, നീ പോകും, നിന്നെ ഞാൻ പോക്കും. കണിയാൻ ഒരാണയെടുത്ത്, ഞാൻ പോകാമേ, ഞാൻ പോകാമേ. അങ്ങനെ വാ, അങ്ങനെ വഴിക്ക് വാ, കണിയാൻ അലറി. സദസ് വീർപ്പടയ്ക്ക് നിൽക്കുകയാണ്. കണിയാൻ അടുത്തുള്ള പാലമരത്തിൽ ആണിയടിച്ചു കയറ്റി. ഐതിഹ്യമാലയെ പറഞ്ഞിട്ടുണ്ട് എന്തു ചെയ്യണമെന്ന്. താൻ വെട്ടിയിട്ട പോലെ വീണു. 4 പേർ തന്നെ താങ്ങിയെടുത്ത് കിടത്തി. നല്ലപോലെ വീശി. കുറേ നേരം വീശട്ടെ, സുഖമായിരിക്കുന്നു. ഇടയ്ക്കൊന്ന് ഒളിഞ്ഞു നോക്കി. ഇളനീരെവിടെ? അത് കുടിക്കാൻ കിട്ടുമെന്നാണല്ലോ ഐതിഹ്യമാലയിൽ വായിച്ചിട്ടുള്ളത്. കുറേ കൂടി കാത്തിരുന്നു, കാണുന്നില്ല. കണ്ണ് തുറക്കാതെ തന്നെ പിറുപിറുത്ത്, വെള്ളം, വെള്ളം, അതാ വരുന്നു ഒരു കുല കരിക്ക്. കണിയാൻ ഒന്നുകൂടി പറഞ്ഞു, കൈവിഷമുണ്ട്, തിരുവാഴിക്ക് കൊണ്ടുപോകണം. കിട്ടുനായരാണ് തിരുവാഴിക്ക് കൊണ്ടുപോയത്. അവിടെ ക്ലാവ് പിടിച്ച പാത്രത്തിൽ എന്തോ ഇലകളരച്ച് ചേർത്ത 2 ഇടങ്ങഴി വെള്ളം കുടിക്കാൻ കിട്ടി. അത് അകത്ത് ചെന്നപ്പോൾ മുകളിൽ നിന്ന് താഴെ നിന്നും ഇളകാൻ തുടങ്ങി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മണൽപ്പരപ്പുകളിൽ കുത്തിയിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ വേണം അവിടെ ചെല്ലാൻ. പക്ഷേ കിട്ടുനായരെ കബളിപ്പിച്ചു. താൻ 2 പൂവൻപഴം വാങ്ങി തിന്നിരുന്നു. അതിൽ ഒരു കഷ്ണം ഛർദ്ദിച്ചു പോയി. കിട്ടുനായർ വീട്ടിലെത്തിയപ്പോൾ അച്ഛനോട് പറഞ്ഞു, കടുത്ത വിഷമായിരുന്നു, പഴത്തിലാണ് കൊടുത്തിരുന്നത്. കടല തിന്ന് മതിയാച്ചാ? ലക്ഷ്മി ചോദിച്ചു. 3ാമത്തെ തവണ ചോദിച്ചു വാങ്ങിയ കടല അതേപടി ഇലയിൽ കിടന്നിരുന്നു. ഇനി നമുക്ക് 9ാമത്തെ അധ്യായം കേൾക്കാം. അത് അടുത്ത ഒരു എപ്പിസോഡിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.